നമ്മൾ കുടിക്കുന്ന വെള്ളം പണ്ട് കാലത്ത് ആരൊക്കെയോ കുടിച്ച വെള്ളമാണ്. വെള്ളത്തിന് മാത്രമല്ല, പ്രകൃതിദത്തമായ എല്ലാ വസ്തുക്കളും അത് തന്നെ റീസൈക്കിൾ ചെയ്യുന്നതാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, റീസൈക്കിൾ ചെയ്യുന്നതാണ്. വെള്ളത്തിൻ്റെ കാര്യം എടുക്കാം. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഒരുപക്ഷെ പണ്ട് കാലത്ത് ആരൊക്കെയോ ഉപയോഗിച്ച വെള്ളമാണ്, പലരും കുടിച്ച വെള്ളമാണ്. അതായത് വെള്ളം പുതുതായിട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വെള്ളം ഭൂമിയിലേക്ക് വരുന്നു, തിരിച്ച് അത് ബാഷ്പീകരിച്ച് പോകുന്നു, തിരിച്ച് നമുക്ക് കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവിലാണ് നമുക്ക് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഭൂമി നമുക്ക് നൽകുന്നത്. ഒരർത്ഥത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം പണ്ടാരൊക്കെയോ കുടിച്ച്, അല്ലെങ്കിൽ പണ്ടാരോ ഉപയോഗിച്ച്, വേറെന്തൊക്കെയോ കഴുകി, അല്ലേ, അങ്ങനെയൊക്കെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വന്ന് അതിനെ തിരിച്ച് ബാഷ്പീകരിച്ച് വീണ്ടും നമ്മളിലേക്ക് വന്ന്, അങ്ങനെ ഒരു സൈക്കിളാണ് ഇതിൽ നടക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ഏറ്റവും ചെറിയ മോളിക്യൂൾസിലേക്ക് നമ്മൾ പോകുമ്പോൾ അതൊക്കെ ആരെങ്കിലും ഏതെങ്കിലും സമയത്തൊക്കെ ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഒരുപാട് നമ്മളിപ്പോൾ ആരാധിക്കുന്ന, അല്ലേ, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ബഹുമാനിക്കുന്ന അത്തരത്തിലുള്ള ആ ഒരു ആളുകളൊക്കെ ഉപയോഗിച്ച വെള്ളം തന്നെയായിരിക്കും ഒരുപക്ഷെ എന്നിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു വലിയ അത്ഭുതകരമായൊരു കാര്യമാണ്. ഒരുപക്ഷെ അധികം ആളുകളും ചിന്തിക്കാത്ത, എന്നാൽ വളരെ കൃത്യമായി സയൻറ്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ച വെള്ളം തന്നെ വീണ്ടും വീണ്ടും സൈക്കിൾ ചെയ്യുന്നില്ല, അത് പുതിയ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി എന്ത് വിഭവം എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു എടുത്താൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ വായു ശ്വസിക്കുന്നു, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു അതിനെ പുറത്തേക്ക് വിടുന്നു, ഇതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് നമ്മൾ തിരിച്ച് വായുവായിട്ട് തന്നെ നമ്മൾ ശ്വസിക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതിദത്തമായി നമുക്ക് ലഭിക്കുന്ന എല്ലാ സംഗതികളും തന്നെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെ റീസൈക്കിൾ ചെയ്യുന്നതാണ്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല.